നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിമുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ. ഒരൊറ്റ ഗാനം കൊണ്ട് കേരളത്തിനകത്തും പുറത്തും തരംഗം തന്നെ സൃഷ്ടിച്ച മാപ്പിളപ്പാട്ടുകാരനായ വടകരക്കാരനായ താജുദ്ദീൻ, ആസ്വാദന ശൈലിയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച താജുക്ക ഇന്നും നമുക്കായി അനേകം ഗാനങ്ങൾ സമ്മാനിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ വടകരക്കാരന്റെ വടകര വീട്ടിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടേ? Yes, the real life of Tajuddin. ഇത് എൻ്റെ പിതാവാണ്, എം കുഞ്ഞു മൂസ. മ്യൂസിക് ഡയറക്ടറാണ്. പിന്നെ ദാസേട്ടനടക്കം ഒരുപാട് വലിയ കലാകാരന്മാർക്കും പാടുകയും ആ രംഗത്തെ ഒരു സജീവ സാന്നിധ്യമായിരുന്നു ഒരു കാലത്ത്. എൻ്റെ പേര് എം കുഞ്ഞിമുത്ത. ചുമട്ട് തൊഴിലാളിയായിരുന്നു ഞാൻ. അതിൽ നിന്ന് ഏറിയ കഷ്ടപ്പാടുകളും അനുഭവിച്ചതിൻ്റെ ശേഷം ഒരു മനസ്സമാധാനത്തിന് വേണ്ടി മൂളിപ്പാട്ടുകൾ പാടാറുണ്ട്. എൻ്റെ ഭാവനക്കപ്പുറം ഒരു നല്ലൊരു ഗായകനായിട്ട് രൂപാന്തരപ്പെട്ട് കണ്ടതുകൊണ്ട് എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് ഞാൻ എൻ്റെ മകനെ കണക്കാക്കും. ഇന്ന് ശത്രുക്കളുണ്ടെങ്കിലും അവൻ അതൊന്നും വിലവെക്കാതെ തന്നെ മുന്നേറി പോവുകയാണ്. അള്ളാഹു അവൻ്റെ കൂടെയുള്ള കാലം വരെയും ശത്രുക്കളൊന്നും നടക്കുകയില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇന്നലെ രാവിലൻ മാറത്തുറങ്ങിയ പൊന്മണി പൂങ്കുയിലെവിടെ, പൊന്മണി പൂങ്കുയിലെവിടെ, ജീവന്റെ താമര താരിൽ തുളുമ്പിയ രാഗസുധാരസം എവിടെ, രാഗസുധാരസമെവിടെ, പാതിരപ്പൂ മരത്തിൽ താരകപ്പൂ വിരിഞ്ഞു, പാതിരപ്പൂ മരത്തിൽ താരകപ്പൂ വിരിഞ്ഞു, എൻ മനോവാടിയിലേ നീയെന്ന പൂ കൊഴിഞ്ഞു, എൻ മനോവാടിയിലേ നീയെന്ന പൂ കൊഴിഞ്ഞു, നീയെന്ന പൂ കൊഴിഞ്ഞു, നീയെന്ന പൂ കൊഴിഞ്ഞു. ഇതാണ് എൻ്റെ ഉമ്മ. പേര് നഫീസ. എൻ്റെ 19ാമത്തെ വയസ്സിൽ മരണപ്പെട്ടതാണ്. നന്നായിട്ട് പാടുമായിരുന്നു. പിന്നെ കൂട്ടുകാരെ പോലെ ആയിരുന്നു ഞങ്ങളുടെ പേര്. അതുകൊണ്ട് തന്നെ ഒരുപാട് അബദ്ധങ്ങളിലൊക്കെ ഞാൻ ഉമ്മയെ കൊണ്ട് ചാടിച്ചിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ പണ്ടേ ടൂറിനൊക്കെ കാശ് മേടിക്കും. പഠിക്കേണ്ട ആവശ്യം എന്ന് കരുതിയൊക്കെ തരും. പക്ഷേ ഇപ്പോൾ വളരെയധികം ദുഃഖമുണ്ട്. കാരണം ഈയൊരു അവസ്ഥയിൽ ഉമ്മ ഇല്ലാത്തതിൽ വളരെയധികം സങ്കടമുണ്ട്. വെള്ളിയാഴ്ച ഒരു ഉമ്മയുടെ ഖബറിൻ്റെ അടുത്ത് പോകും. നാട്ടിലുള്ള സമയത്തൊക്കെ ഖബർ സിയാർത്ത് ചെയ്യാൻ പോകും. ആ സമയത്തൊക്കെ ഉമ്മയോട് സ്വകാര്യപരമായിട്ടുള്ള സംഭാഷണത്തിൽ ഏർപ്പെടും. കേൾക്കുമെന്നുള്ളൊരു വിശ്വാസം. എൻ്റെ മനസ്സിൻ്റെ പ്രയാസങ്ങളും ആശകളൊക്കെ പറയും. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഏറ്റവും അധികം പറയാനുള്ളത്, ഞാനൊരു പാട്ടുകാരനായി മാറിയത്, പ്രത്യേകിച്ച് ഉപ്പ ഒരു പാട്ടുകാരനാണ്. പാടിയിട്ടാണ് ഞങ്ങളൊക്കെ പോറ്റത്. മറ്റു പല ജോലിക്കൊക്കെ ഉപ്പ പോയിട്ടുണ്ടെങ്കിലും ഒരു പാട്ടുകാരനായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഉപ്പാൻ്റെ മക്കളിൽ ഒരുത്തൻ പാട്ടുകാരനായപ്പോൾ അത് കാണാൻ എൻ്റെ ഉമ്മാക്ക് ഭാഗ്യമില്ലാതെ പോയതിൽ വളരെയധികം സങ്കടമുണ്ട്. പിന്നെ അതെല്ലാം പടച്ചവൻ്റെ വിധി. ഇൻഷാ അല്ലാഹ് ഉമ്മ മാഷറിൽ ഉമ്മയുടെ പ്രാർത്ഥനയും എൻ്റെ വിജയത്തിന് ഇതിനുണ്ട് എന്നുള്ള വളരെ ശക്തമായൊരു ബോധം. അറബിക്കഥയിലെ രാജാത്തി
പൂവാണ് നീ മുഞ്ചത്തി, നീ എന്റെ കൽബകത്ത് താമസിക്കാൻ വരുമോ, താമസിക്കാൻ വരുമോ. ഞാനെന്നും കാണുന്ന പൊൻകിനാവിൽ വന്നു നീ, കെട്ടിപ്പീടിച്ചെന്നെ മുത്തിമണക്കുന്നോനേ. കുളിക്കാൻ പറഞ്ഞാൽ അവൻ ഇതേ കുളിക്കാൻ മടിയാണ്. ചൂടുവെള്ളം വെക്കാൻ പറഞ്ഞാൽ മാത്രം ചൂടുവെള്ളം കൊണ്ട് കുളിക്കും. അങ്ങനത്തെ ഇപ്പൊ താജുദ്ദീൻ 4 നേരം കുളിക്കും. ഭക്ഷണം എത്ര തിന്നാലും മതിയാവൂല. ഇപ്പം കൺട്രോളാ. 3 പെങ്ങന്മാരെ വീട്ടിലും കയറി ഭക്ഷണം നല്ലോണം കഴിക്കും. താജു എന്ന് പറഞ്ഞാൽ നമുക്ക് വരെ ഭയങ്കര ഒരു അഭിമാനമാണ്. ഒരു കല്യാണം കഴിക്കാത്തൊരു വിഷമം മാത്രം. അത് അവനോട് പറഞ്ഞിട്ടും അവനൊന്നും വിലക്കൊള്ളുന്നില്ല. കാരണം അവന്റെ ജീവിതം അവനവൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഇനിയെങ്കിലും നല്ലൊരു ബോധം അവന് വന്ന് ജീവിതത്തോട് പറയാൻ ബാക്കില്ല അവനെ. 3 ആങ്ങളാറുണ്ട്. അതിൽ ഇളയ ആങ്ങളാണ് താജു. ആ താജു എന്ന് പറയുന്ന ആങ്ങള എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ അങ്ങനത്തെ വർത്താനാണ് പറയല്. അതുകൊണ്ട് ഞാൻ അധികം വർത്താനം പറയാൻ അവരോട് നിൽക്കില്ല. ഒരു പൂതന്നാൽ നീ എന്റെ കൂടെ പോരുമോ, ഞാൻ കൂട്ടിവെച്ച കൂട്ടിൽ നീ കുയിലായി പാടുമോ, നീ എന്നിണയായി കൂടുമോ. ഒരു പൂതന്നാൽ നീ എന്റെ കൂടെ പോരുമോ. താജുവിന്റെ 3ാമത്തെ പെങ്ങളാണ്. പേര് റസിയ. താജു എന്റെ കൂടെയാണ്. ഭയങ്കര ദേഷ്യ താജുവിന്. എവിടെ പോകേണ്ടിട്ടുണ്ടെങ്കിലും രാവിലെ വിളിക്കാൻ വേണ്ടി പറയൂ. എന്നാൽ ഉണിക്ക 10 മണിയാവും. താജു നിലയിലെത്തിയത് കാണാൻ എൻ്റെ ഉമ്മയില്ലാണ്ട് പോയല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമാണ്. എൻ്റെ പേര് സെറീന. താജുദ്ദീൻ്റെ 4ാമത്തെ പെങ്ങളാണ്. ഞങ്ങൾക്കൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഇത് കാണുന്നത്. താജുദ്ദീൻ ഇത്രയും നിലയിലെത്തിയത് പഠിച്ചവരോട് 5 നേരം പ്രാർത്ഥിക്കുന്നു. ഞാൻ മൊബീന, താജുവിൻ്റെ ഇളയ പെങ്ങള്. സ്കൂളിനെ നല്ലൊരു പാട്ട് പാടുന്നതിലും നന്നായിട്ട് വരക്കും. ഇപ്പോൾ ലോകം അറിയപ്പെടുന്ന ഉഷാ ഉതുപ്പ് വരെ താജുഖാൻ്റെ പാട്ട് അവരുടെ ഭാഷയിൽ പാടിയിട്ടുണ്ട്. ഇവനെ കാണണമെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും വലിയൊരു അവാർഡായിട്ട് തന്നെ താജുക്കാക്ക് അതൊക്കെ പാവപ്പെട്ടവർക്കൊക്കെ നല്ലൊരു സഹായമാണ് താജു. അവരുടെയൊക്കെ അവരുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ എൻ്റെ താജുക്കാക്ക് കിട്ടുന്നത്. പിന്നെ ഞങ്ങളൊക്കെ കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ പ്രാർത്ഥന. താജു ഒരുപാട് ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിലെത്തിയത്. ഇപ്പോൾ ഈ നിലയിലെത്തിയത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷമുണ്ട്. താജുവിനെ ഇനിയും വളർന്നു വലിയവനാകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ കടയിലായിരുന്നു ഒരു 5-8 വർഷത്തോളം ജോലി ചെയ്തിരുന്നത്. കുറേ ചായയൊക്കെ അടിച്ചതാണ് ഇവിടുന്ന്. എൻ്റെ അളിയൻ്റെ കട തന്നെയാണ് ഇത്. അന്നും ഇന്നും ഈ കടയിൽ ജോലി ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരൻ നസീർ. ഞാൻ നൈറ്റായിരുന്നു കൂടുതലും. ഞങ്ങളൊന്നായിട്ട് ഞാൻ ഇവിടെ കിടന്ന് വർക്കവും കുറേ കച്ചറയും പല ആൾക്കാരും വരും. പിന്നെ ഇന്നത് അവിടെ കിടന്നുറങ്ങുന്ന സ്ഥലം മേഡ് പോസ്റ്റാണ്. ഇത് ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തുള്ള എല്ലാ കടകളിലും വെള്ളം എത്തിക്കുന്ന ജോലി ചെയ്യുന്ന ആളാണ്. മുഹമ്മദ് ഖാൻ പേര്. എത്ര വർഷം മുഹമ്മദ് ഖാൻ? 15 വർഷമായി. ഞാൻ 8 വർഷത്തോളം ഉണ്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പാടുകളും വേദനകളൊക്കെ അനുഭവിച്ചാണ് ഈ ഫീൽഡിൽ വന്ന് പെട്ടതും. ഇന്നും അതൊന്നും മറക്കാതെ ഈ കലാരംഗത്ത് നിൽക്കുന്നുണ്ട്. ഈ കടയിൽ ഞാനും താജുവും ഒന്നായിട്ട് വർക്ക് ചെയ്തായിരുന്നു. അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് കൽബാണ് ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയ